ഹായ് മൈ ഡിയർ വൺസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് കൃതി സണൻ്റെ ഈ ഒരു സ്റ്റിച്ച്ഡ് സാരി ലുക്ക് ഇന്ന് ഒരു സാധാരണ സാരി വെച്ച് ക്രിയേറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് സാരി നിവി ഡ്രേപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സാധാരണ ഇന്ത്യയിൽ എല്ലാവരും മെജോറിറ്റി ഉടുത്ത് കാണുന്ന ഡ്രേപ്പിനെയാണ് നിവി ഡ്രേപ്പ് എന്ന് പറയുക. അതായത് നമ്മൾ സാരി നമ്മുടെ വലത്തെ സൈഡിൽ നിന്ന് പാവാടയിലേക്ക് ടക്കിൻ ചെയ്ത് ബോഡിക്ക് ചുറ്റും ഒരു റൗണ്ട് ചുറ്റിയെടുക്കാം. എന്നിട്ട് നമ്മളിനി പല്ലുവാണ് നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത്. പല്ലു ഒത്തിരി നീളത്തിൽ വേണ്ട, പല്ലുടെ ലെങ്ത്ത് വളരെ കുറച്ച് മതി. ജസ്റ്റ് റഫായിട്ടൊന്ന് മെഷർ ചെയ്ത് വെച്ചാൽ മതി. അവിടെ നമ്മൾ പിൻ ചെയ്യോ പ്ലീറ്റ് എടുക്കുകയോ ഒന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് റഫ്ലി ഒന്ന് മെഷർ ചെയ്തിട്ട് നമ്മൾ ഷോൾഡറിലേക്ക് ഇടാം. ഈ ഒരു ഡ്രേപ്പിങ്ങിൽ നമ്മൾ ഷോൾഡറിൽ പിന്നൊന്നും കുത്തുന്നില്ല. ജസ്റ്റ് നമ്മൾ പല്ലു റഫായിട്ട് മെഷർ ചെയ്തിടുന്നു. എന്നിട്ട് അത് നേരെ നിവർത്തി ബോഡിക്ക് ഇങ്ങനെ പാരലായിട്ട് ഇങ്ങനെ പിടിക്കുന്നു. രണ്ട് കൈയിലും ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മളത് നേരെ കൊണ്ടുപോയിട്ട് നമ്മുടെ കഴുത്തിൻ്റെ പുറകിലേക്ക് ഒരു നോട്ടായിട്ട് കെട്ടുന്നു. അവിടെയും നമ്മൾ പിന്നൊന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് കൈ വെച്ചിട്ട് തന്നെ ഒരു ഡബിൾ നോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ഓൾട്ടർനെക്ക് ഒരു എഫക്റ്റ് വരും. പിന്നെ ഈ ഡ്രേപ്പ് ചെയ്യുമ്പം നമ്മൾ അതേപോലത്തെ ടേർട്ടിൽ നെക്ക് ബ്ലൗസ് ഇടാൻ ശ്രമിക്കുക. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഗൗൺ പോലത്തെ ഒരു ഡ്രസ്സാണ് ഞാനിപ്പം ഈ ഒരു ബ്ലൗസായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ നെക്കിൽ കൊണ്ടുപോയിട്ട് ഡബിൾ നോട്ട് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നത് താഴത്തെ ലോവർ പ്ലീറ്റ്സ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു മീഡിയം സൈസ് പ്ലീറ്റ്സാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ നിവി ഡ്രേപ്പ് ചെയ്യുമ്പം ചെയ്യുന്ന അതേപോലത്തെ പ്ലീറ്റ്സാണ് എടുക്കുന്നത്. പിന്നെ ഈ സാരി എൻ്റെ അമ്മയുടെ സാരിയാണ്. ഒരു മിനിമം ഒരു 25 വർഷമായിട്ട് പെട്ടിക്കകത്ത് മടക്കി വെച്ചിരിക്കുന്ന ഒരു സാരിയാണ്. അതുകൊണ്ട് ഇത് മൊത്തം ഇങ്ങനെ പറ്റിയിരിക്കുമായിരുന്നു. ഞാൻ ഉടുക്കുമ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടു. സാരിയുടെ മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് ആണെങ്കിലും സാരി ഇത്രയും നാൾ മടക്കി വെച്ചതുകൊണ്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിയിരിക്കുമായിരുന്നു. കോട്ടൺ സാരിയാണ്. അപ്പം അത് പറഞ്ഞുകൊണ്ട് നിന്ന സമയം കൊണ്ട് നമ്മുടെ പ്ലീറ്റിങ് കഴിഞ്ഞു, ലോവർ പ്ലീറ്റിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ള ഒരു ടച്ചപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലൂടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഭാഗമില്ലേ, അത് നേരെ നമ്മുടെ പുറകിൽ കൂടെ വലത്തേ സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ഒരു പിന്ന് വെച്ച് സെക്യൂർ ചെയ്യാം. അല്ലെങ്കിൽ സാരി ഇങ്ങനെ പറന്ന് നടക്കും. പല്ലു ഇങ്ങനെ ഫ്രീ ആയിട്ട് വിടാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വിടാം. അല്ല എല്ലാം കൂടെ ഒരു ഹാൻഡ്സ് ഫ്രീ ലുക്കാണ് വേണ്ടതെങ്കിൽ ഇതേപോലെ പിന്ന് വെച്ച് സൈഡിൽ നമുക്ക് സെക്യൂർ ചെയ്യാം. അപ്പം ഈ ഒരു സ്റ്റെപ്പും കൂടെ കഴിയുന്നതോടെ നമ്മുടെ ആ ഒരു അൺസ്റ്റിച്ച്ഡ് ആയിട്ടുള്ള സാരി വെച്ചിട്ട് സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ഒരു ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല ഫിനിഷിംഗ് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ഒന്ന് കമൻസിലൂടെ അറിയിക്കും. മോഡസ്റ്റ് ആയിട്ടുള്ള ഒത്തിരി ഡ്രേപ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിയിലൊന്നും വരാത്ത അത്രയും കമൻറ്റാണ് സാരി ഉടുക്കുമ്പോൾ ഇച്ചിരി വയറ് അവിടെ എവിടെയും കണ്ടിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ ലുക്ക് വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻസിലൂടെ അറിയിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് നമ്മുടെ ചാനൽ 5000 ഫോളോവേഴ്സ് ആയിട്ടാണുള്ളത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു സാരിയും ഡ്രേപ്പിങ്ങുമായിട്ട് വീണ്ടും കാണാം.